മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലാബ് ബൈ അപ്പു. അപ്പോൾ നമ്മൾക്ക് ഈ അടിപൊളി വീനൊക്കെ ഒന്ന് സ്റ്റിച്ച് നോക്കിയാലോ. ഇപ്പോൾ ട്രെൻഡിങ് വീനൊക്കെയാണല്ലേ, പക്ഷേ പ്ലെയിൻ ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഒരു ഡിസൈനർ വീനൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. സിൽക്ക് ക്ലോത്തിൽ ഈ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസ് കൂടെ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് ഈ സിമ്പിളായിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു യമണ്ടൻ വർക്ക് വരുന്ന ബോർഡർ കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടത്തിന് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന്ന് ബാലൻസ് വരുന്ന വെച്ചിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ നെക്ക് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലുള്ള ഈ സീക്വൻസുകളും പിന്നെ കുറച്ച് ത്രെഡുകളൊക്കെ നമ്മൾ ബാക്കി വരുന്ന ഭാഗം സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനു മുന്നേ നമ്മളുടെ നെക്ക് സാധാ പോലെ മെഷർമെൻറ്റ്സ് നിങ്ങളുടെ നീളവും വീതി അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നീളത്തിനും വീതിക്കൊക്കെ അനുസരിച്ചുള്ള കറക്റ്റ് വീനക്ക് ഇതാക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ നടുക്കെ മടക്കി അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഉള്ളിലേക്കായിട്ട് അയൺ ചെയ്തെടുക്കുക ഒരു 4 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്ര ഒരു 1.5 ഇഞ്ചല്ല 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു പീസ് കിട്ടും. അപ്പോൾ 3 ഇഞ്ച് എടുത്തിട്ട് 4 ഇഞ്ച് സൈഡിൽ മടക്കി അയൺ ചെയ്തെടുത്തു. അതുപോലെ തന്നെ സെൻറ്ററിലും നമ്മൾ ഇങ്ങനെ മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് നീളം സെൻറ്റർ വെച്ച് മടക്കുക. അതായത് കറക്റ്റ് ഇപ്പോൾ 30 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് വെച്ചിട്ട് മടക്കുക. കറക്റ്റ് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് നമ്മളുടെ ചുരിദാർ കട്ട് ചെയ്തിട്ടില്ലേ വീനക്ക്, ആ വീനക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അതായത് ഈ പീസിൻ്റെ കറക്റ്റ് വീനക്കിൻ്റെ സെൻറ്റർ കറക്റ്റ് ഇതിന് നമ്മൾ സെൻറ്ററിൽ മടക്കി അയൺ ചെയ്തെടുത്തതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാവുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മളുടെ കലാപരമായ കഴിവ് പുറത്തെടുക്കേണ്ടത്. അതായത് ഒരു പെൻസിലൊക്കെ വരയ്ക്കുക. എന്തെങ്കിലും അല്ലാട്ടോ വരയ്ക്കേണ്ടത്, കറക്റ്റ് ആ വീനക്കിൻ്റെ ഷേപ്പ്, അതായത് കറക്റ്റ് അതിൻ്റെ കോൺ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത 3 ഇഞ്ച് വീതിയുള്ള ആ പീസ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇങ്ങനെ കറക്റ്റ് വി ഷേപ്പിൽ നമ്മളുടെ നെക്കിൻ്റെ എങ്ങനെയുള്ള വി ഷേപ്പാണോ അത് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. പെൻസിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, എന്തും ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെ കറക്റ്റ് ആ വി ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ കറക്റ്റ് ആ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററുമായിട്ട് തന്നെ വരണം കേട്ടോ, എങ്കിലേ ആ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈഡിലേക്ക് നമ്മൾ തീരെ ചേർത്തടിക്കരുത്. ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് വേണം. പിന്നെ സൈഡ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അതായത് ഈ സ്റ്റിച്ചിൻ്റെ കോൺ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അതൊരു ജോയിൻ്റ് ആയിട്ട് വേണം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ ഒരു ജോയിൻ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ നടുക്കുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നിവർത്തി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളുടെ വീനക്ക് എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ അതേ ഷേപ്പിൽ നമുക്ക് ഈ പീസിലും വീനക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി പ്ലെയിൻ ആയിരിക്കുന്ന സാധനത്തിൽ നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്താം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ബോർഡ് കാണിച്ചു തന്നില്ലേ, ഞാൻ താഴത്തെ ബോട്ടത്തിൽ വെക്കേണ്ടത്, അതിന്ന് കുറച്ച് സീക്വൻസും അതിന് കുറച്ച് സിൽക്ക് ത്രെഡ്, ഈ സിൽക്ക് ത്രെഡ് ഇങ്ങനെ കേളി ആയിട്ടിരിക്കുന്നുണ്ടാവും, അതൊന്ന് അയൺ ചെയ്തെടുത്തു കേട്ടോ. അയൺ ചെയ്തെടുപ്പോൾ നല്ല വടി പോലെ വന്നു. പക്ഷെ അതിന് അത്രയ്ക്ക് ഭയങ്കര ബ്രിട്ടിലായിരുന്നു, പെട്ടെന്ന് പൊട്ടി പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. സോ എന്താക്കി, ഇത് വെച്ചിട്ട് ആ ത്രെഡ് വെച്ചിട്ടല്ല ഞാൻ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഞാൻ ആരി വർക്ക് ചെയ്താണ് കേട്ടോ എടുത്തത്. ഈ സീക്വൻസുകൾ ഇങ്ങനെ ലോങ് സ്റ്റിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പോലെ ആരി വർക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സാധാ പോലെ ഈ ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ബിക്കോസ് നിങ്ങളുടെ ഏത് പാറ്റേണിന് പറ്റിയ ഡ്രസ്സിൻ്റെ പാറ്റേണിന് പറ്റിയ ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ബീഡുകൾ തുന്നിയാലോ അങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ ഞാൻ ഇതിന് സൈഡ് വൈസ് ഇങ്ങനെ സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രം ഭയങ്കര ഇത് മാത്രമാകുമ്പോൾ ഭയങ്കര സിമ്പിളായി പോയാലോ എന്ന് വെച്ചിട്ട് എന്താക്കി, ബാക്കിയുള്ള സീക്വൻസിൽ 2 ടൈപ്പ് സീക്വൻസ് ഉണ്ടായിരുന്നു. ഒരു സ്മാളും ഉണ്ടായിരുന്നു, ബിഗും ഉണ്ടായിരുന്നു. ഈ സ്മാൾ വെച്ചിട്ടാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തത്. പിന്നെ ഇതിൻ്റെ ലാർജ് വെച്ചിട്ട് ലാർജും അതിൻ്റെ സെൻറ്ററിൽ സ്മാളുകളും കൂടെ വെച്ചിട്ട് മറ്റേത് നേരത്തെ യൂസ് ചെയ്ത സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 6 ആക്ക് പാറ്റേണിലാണ് കേട്ടോ ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ വീനെക്കിന് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ കട്ട് ചെയ്തിട്ടുള്ള, അതായത് ഈ കുർത്തിയുടെ പീസിൽ കട്ട് ചെയ്തിട്ടുള്ള വീനെക്കിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ അറ്റവുമായിട്ട് വരുന്ന രീതിയിൽ വേണം അങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ സൈഡും അതിൻ്റെ ഉൾഭാഗത്ത് തട്ടുന്ന രീതിയിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ വർക്കുകളല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസുകളാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കട്ട് ചെയ്ത 3 ഇഞ്ച് പീസ് വർക്കും ചെയ്യേണ്ടതില്ല. അതിങ്ങനെ ഇതിൽ
പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് ലേസിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം പോകുന്ന രീതിയിലാക്കിയിട്ട് ലേസ് നമ്മൾക്ക് അവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബിക്കോസ് ഇതിൽ ലോങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ലേസ് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഉള്ളിലേക്ക്, അതായത് പ്ലേസ് ചെയ്യുന്ന 3 ഇഞ്ച് പീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് അവിടെ കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്ത്, ഞാൻ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ആ വർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് വരുമ്പോൾ ഒരു വൃത്തികേടുള്ളതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ചാനലായിട്ടുള്ള സ്റ്റിച്ച് ലാബ്, നമ്മുടെ ചാനലായിട്ടുള്ള സ്റ്റിച്ച് ലാബ് ബോയ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാം എന്തായാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, ആരെങ്കിലും എന്നല്ല മെജോറിറ്റി, ബിക്കോസ് 95% വീഡിയോ കാണുന്ന ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്രയൊക്കെ കണ്ടതല്ലേ, ഇത്രയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. അല്ല പിന്നെ എന്തപ്പോൾ അത് അല്ല കേട്ടോ, ഞാൻ നല്ല രീതിയിൽ തന്നെ പറയുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇത്ര പണിയേ ഉള്ളൂ നമ്മളുടെ ഇതിൽ. ഇത്ര പണിയേ ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർക്ക് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് വെച്ചാൽ, ഞാൻ ആര്യ വർക്കിൽ അത്ര പ്രൊഫഷണലൊന്നുമല്ല. സോ എനിക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിന് എനിക്ക് കുറച്ച് ടൈം എടുത്തിരുന്നു. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൊക്കെ വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അപ്പുറത്തും അതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ലേസ് വെച്ച് അതിന് ഞാൻ പറഞ്ഞു. പിന്നെ വർക്ക് നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള ബീഡുകൾ സ്റ്റിച്ച് ചെയ്യുക, അതൊരു സിമ്പിളായിട്ടുള്ളതായിരിക്കും കേട്ടോ. ആര്യ വർക്ക് തന്നെ വേണമെന്നില്ല, അതിന് റാൻഡം ആയിട്ട് ബീഡുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പോലെ ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് നെക്ക് ഞാൻ ഉദ്ദേശിച്ച റൗണ്ട് നെക്കാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. അതുകൂടി നമ്മളുടെ ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 3/4 ഞാൻ ആദ്യം വെട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഇതിൽ നെക്കിൽ നമ്മൾ ചെയ്തില്ല, ഇപ്പോൾ വി നെക്കിൽ അതിൽ പോലത്തെ ഒരു ഇങ്ങനെ പീസ് കട്ട് ചെയ്തിട്ട്, ഇതൊരു 6 ഇഞ്ചിൻ്റെ പീസാണ് കേട്ടോ. അത് 2 ആക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 4 ഇഞ്ച് മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞാൻ എത്ര പോയാലും ഞാനല്ലേ ഇടുന്നത്, അങ്ങനെ ഒരു മൈൻഡായി എനിക്ക്. അപ്പോൾ എന്തായി, ഞാൻ അതിൽ വർക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ അത് വെച്ച് സ്റ്റിച്ച് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ആ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാൻഡ് പോലെ വെച്ച് ഞാൻ ലൈനിങ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ തോന്നി ഇതിൽ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ അത് ബോറായിരിക്കും വിചാരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഷോൾഡറിലേക്ക് ജോയിനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ സാധാ വണ്ണം കൂട്ടുക, അതുപോലെ തന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഈ കാണുന്ന ആൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ പൂച്ചയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ, ഞാൻ എന്ത് സ്റ്റിച്ച് ചെയ്താലും ആൾക്കതിന് മുകളിലൊന്ന് കയറിയിരിക്കണം, പിന്നെ 2 തട്ടൊക്കെ തരണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നമ്മളൊരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടോ, അത് പോയി കാണുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ കൊടുത്തിരുന്നു. അപ്പോൾ ബൈ ഗൈസ്.